ശ്രീ ജോസഫ് ആന്റണി മുഖ്യമന്ത്രി പറഞ്ഞ് അവസാനിപ്പിച്ചതിൽ നിന്ന് തന്നെ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു. ലോക സമാധാനത്തിന് ഭംഗം വരുത്തും വിധത്തിൽ ലോക പോലീസായി അമേരിക്ക കാലാകാലങ്ങളിലായി പ്രവർത്തിച്ചു വരുന്നതിനെ ചരിത്രപരമായി തന്നെ അടയാളപ്പെടുത്തി. ഈ ഘട്ടത്തിൽ ഇറാനെ എങ്ങനെ അസ്ഥിരപ്പെടുത്താൻ അമേരിക്കയും ഇസ്രായേലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വിശദമാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത്. അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗം, രാഷ്ട്രത്തെ തന്നെ അപമാനിക്കും വിധം മോദി സർക്കാർ സാമ്രാജ്യത്വത്തിന് കൂടുതൽ വിധേയപ്പെടുന്നതും അല്ലെങ്കിൽ ഇതിനെതിരെ ഈ യുദ്ധ ഭീകരതയ്ക്കെതിരെ സംസാരിക്കാൻ ശബ്ദിക്കാൻ പോലും കഴിയാതെ നിൽക്കുന്നതിനെയും ചൂണ്ടിക്കാട്ടിയുള്ള ലോകം ഇന്നാകെ ചർച്ച ചെയ്യുന്ന പങ്കുവെക്കുന്ന യുദ്ധവിരുദ്ധമായ മനോഭാവത്തിൻ്റെ ഏറ്റവും ശക്തമായ വാക്കുകളായിരുന്നോ, കേരളത്തിൻ്റേതായ ശക്തമായ വാക്കുകളാണോ മുഖ്യമന്ത്രിയിലൂടെ അങ്ങ് കേട്ടത്? ഞാൻ വളരെ സന്തോഷത്തോടെയും അതിലേറെ അഭിമാനത്തോടെയുമാണ് ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രിയുടെ സംഭാഷണം ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും കാരണം ഇന്ത്യയിൽ ഇത്രയും ശക്തമായി അന്തർദേശീയ നിയമങ്ങളെയും ആചാരങ്ങളെയും കൺവെൻഷനുകളെയും ഒക്കെ ലംഘിച്ചുകൊണ്ട് അന്തർദേശീയ തലത്തിൽ തന്നെ സാമ്രാജ്യത്വ നയങ്ങൾ സ്വീകരിക്കുന്ന, ഭരണകൂടങ്ങളെ അട്ടിമറിക്കുന്ന, ലോകസമാധാനത്തെ അട്ടിമറിക്കുന്ന ഒരു ഭരണാധികാരിക്കെതിരെയും ഭരണകൂടത്തിനെതിരെയും, പ്രധാനമായും അമേരിക്കൻ ഭരണകൂടത്തിനെതിരെയും ഇസ്രായേൽ ഭരണകൂടത്തിനെതിരെയും ഇത്രയും ചങ്കുറപ്പോടുകൂടി അതിനെ വിമർശിക്കാൻ ധൈര്യം കാണിച്ച ഇന്ത്യയിലെ ഒരേ ഒരു നേതാവാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് പറയാൻ എനിക്ക് വളരെയധികം സന്തോഷവും അഭിമാനവുമുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, ശ്രീ ശരത് ഇവിടെ പറഞ്ഞതുപോലെ നമ്മൾ ഈ ലോക പോലീസ് എന്നുള്ള ആ ഒരു വിശേഷണം അവസാനിപ്പിക്കണം. കാരണം ലോക പോലീസാണെങ്കിലും പോലീസിന് ചില നിയമങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇവിടെ അമേരിക്ക എന്താണ്, ഇപ്പോൾ ലോക ഗുണ്ടയാണ്, ലോക പോലീസല്ല. കാരണം പോലീസിന് എങ്ങനെയാണെങ്കിലും കുറേ നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ലോകത്ത് നിലനിൽക്കുന്ന ഒരു നിയമങ്ങളും, അതായത് നമ്മളിവിടെ നിരന്തരം പറയുന്ന ചട്ടപ്രകാരമുള്ള ലോകക്രമം എന്നൊക്കെ പറയുമ്പോൾ ഈ ലോകത്ത് നിലനിർത്തിക്കൊണ്ട് പോകുന്ന ചില ചട്ടങ്ങളും നിയമങ്ങളുമുണ്ട്. ആ ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കാൻ നിർബന്ധിതമാണ് ഏത് രാഷ്ട്രവും. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മൾ കാണുന്നത് എന്താണ്, ലോകത്തൊട്ടാകെ, അതായത് ഒരു ലോകം നിലനിൽക്കുന്നത് ചില അടിസ്ഥാന പ്രമാണങ്ങളുടെ ഫ്രെയിംവർക്കിനാണ്, ഘടനയ്ക്കുള്ളിലാണ്. ആ അടിസ്ഥാന പ്രമാണങ്ങളുടെ ഘടന എന്ന് പറയുന്നത് ഏറ്റവും രണ്ട് വാക്കുകളിൽ പറഞ്ഞാൽ, ഒന്ന്, ഓരോ രാജ്യത്തിൻ്റെയും പരമാധികാരത്തെ എല്ലാ രാജ്യങ്ങളും അംഗീകരിക്കണം. ഒരു രാജ്യം ശക്തമാവട്ടെ, സമ്പന്നമാവട്ടെ, ജനസംഖ്യ ഉള്ളവരാവട്ടെ, ജനസംഖ്യ ഇല്ലാത്തവരാവട്ടെ, ആയുധമുള്ളവരാട്ടെ, ആയുധമില്ലാത്തവരാവട്ടെ, ഈ രാജ്യങ്ങളുടെ എല്ലാം പരമാധികാരം ഏത് രാജ്യവും അംഗീകരിക്കണമെന്നുള്ളതാണ് ഒന്നാമത്തെ ചട്ടം. രണ്ടാമത്തത്, ഓരോ രാജ്യത്തിൻ്റെയും ആഭ്യന്തര കാര്യങ്ങളിൽ ഒരു കാരണവശാലും മറ്റൊരു രാജ്യം അത് എത്ര ശക്തമായിക്കൊള്ളട്ടെ ഇടപെടാൻ പാടില്ല. ഈ രണ്ട് കാര്യങ്ങളാണ് വാസ്തവത്തിൽ ലോകത്തെ ഇങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നത്. എന്നാൽ ട്രംപ് വന്നതിന് ശേഷം എന്താ കാണുന്നത്? ട്രംപ് വന്നതിന് ശേഷം അദ്ദേഹം ഇപ്പോൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്, അമേരിക്ക നേരത്തെ ചെയ്തുകൊണ്ടിരുന്നതാണ്, എന്നാൽ ട്രംപിൻ്റെ കാലത്ത് അതിശക്തമായി അത് വ്യാപകമായി യാതൊരു നിയമങ്ങളും പാലിക്കാതെ തുടരുന്നു എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ നമ്മളോട് പറഞ്ഞത്. ജനുവരി മാസം 3-ാം തീയതി വെനസ്വേല എന്ന് പറയുന്ന പരമാധികാര രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെയും ഭാര്യയെയും എല്ലാ നിയമങ്ങളും, അന്തർദേശീയ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് നാർക്കോ ടെററിസ്റ്റാണ് അദ്ദേഹം എന്ന് പറഞ്ഞുകൊണ്ടാണ് പിടിച്ചുകൊണ്ട് പോയത്. ജനുവരി 3-ാം തീയതിയാണ് അദ്ദേഹം കൊണ്ടുപോയത്. ഇന്ന് ഫെബ്രുവരി ആദ്യത്തെ ആഴ്ച കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ 2 മാസം കഴിഞ്ഞിരിക്കുന്നു. ഈ 2 മാസം കഴിഞ്ഞിട്ടും അദ്ദേഹം നാർക്കോ ടെററിസ്റ്റ് ആണ് എന്ന് പറയുന്ന ഒരു തെളിവെങ്കിലും ലോക സമൂഹത്തിൻ്റെ മുമ്പിൽ കാഴ്ചവെക്കാൻ അമേരിക്കൻ ഭരണകൂടത്തിനായിട്ടില്ല. എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അവിടുത്തെ എണ്ണയിൽ കണ്ണുവെച്ചുകൊണ്ട് ആ ഭരണകൂടത്തെ അട്ടിമറിച്ച ഭരണകൂടത്തിൻ്റെ ആ രാഷ്ട്രത്തിൻ്റെ മുഴുവൻ എണ്ണയും സ്വന്തമാക്കി അത് വിറ്റ് കാശാക്കുക എന്ന് പറയുന്ന നീച ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്തത്. രണ്ടാമത്തത്, ഫെബ്രുവരി മാസം 28-ാം തീയതി ഇറാനെതിരെയും ആക്രമണം നടത്തിയ ഭരണകൂടത്തെ മാറ്റുക എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ സാമ്രാജ്യത്വ ലക്ഷ്യങ്ങൾക്ക് പുറമെ അവിടുത്തെ എണ്ണ കൈവശപ്പെടുത്തി ലോകരാഷ്ട്രീയത്തെ നിയന്ത്രിക്കുക എന്ന് പറയുന്ന അമേരിക്കയുടെ വളരെ ദീർഘകാല പദ്ധതിയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം ഇതിൻ്റെ ഭാഗമായി നമ്മൾ കാണേണ്ട കാര്യം,
പശ്ചിമേഷ്യയെ പൂർണ്ണമായും ഇസ്രായേൽ എന്ന് പറയുന്ന ഈ ലോകത്തെമ്മാടി എന്ന് പറയുന്ന രാഷ്ട്രം, ആ രാഷ്ട്രത്തിന് വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി കൂടി അതുണ്ട്. അതാണ് വാസ്തവത്തിൽ പശ്ചിമേഷ്യയെ ഈ അരാജകത്വത്തിലേക്ക് തള്ളിവിടുന്ന ഇസ്രായേലിൻ്റെ നിരന്തരമായ നയമാണ് ഈ ആക്രമണത്തിൽ നമ്മൾ കണ്ടത്. അതിനെയും അതിശക്തമായി നമ്മുടെ പ്രധാനമന്ത്രി വിമർശിക്കുന്നത് കണ്ടു. ഒറ്റ വാചകം ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്താം. ലോക പോലീസ് എന്ന് പറയുന്ന വാക്ക് നിർത്തിക്കൊണ്ട് ഇത് ലോക ഗുണ്ടയാണ് അമേരിക്കയും അതോടൊപ്പം തന്നെ ഇസ്രായേലും എന്നുകൂടി നമ്മൾ ഈ നറേറ്റീവ്സിൽ മാറ്റം വരുത്തണം എന്നുകൂടി എനിക്കൊരു അഭ്യർത്ഥന. വളരെ ശക്തമായൊരു നിരീക്ഷണവും ആവശ്യവും തന്നെയാണ്. മുമ്പ് ഇമ്പീരിയലിസത്തിന് അപ്പുറത്തേക്ക് ട്രംപീരിയലിസം നടപ്പാക്കുന്ന നിലയിലേക്ക് ട്രംപ് മാറുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ചർച്ചയിൽ ശ്രീ ജോസഫ് ആൻ്റണി പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അത്ര ഗൗരവമായി ഈ വിഷയത്തെ കാണേണ്ടത് തന്നെയാണ്. പലവിധ ന്യായീകരണങ്ങൾ പല കോണിൽ നിന്ന് പറയാൻ ശ്രമിക്കുമ്പോഴും യാഥാർത്ഥ്യം അത് തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കണം, ജനങ്ങളുടെ അടുത്തേക്ക് അത് എത്തിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ഒരു ദൗത്യമാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയിൽ നിന്ന് നമ്മൾ കണ്ടത്. അതേക്കുറിച്ചാണ് ശ്രീ ജോസഫ് ആൻ്റണി ഇപ്പോൾ സംസാരിച്ചത്.